ബഷീർ വിളിച്ചില്ലായിരുന്നോ? വിളിച്ചുമ്മ. ആണോ? എപ്പോഴാ വിളിച്ചേ? രാവിലെ വിളിച്ചു. ആണോ? ഓനെ പോലെ തന്നെ ഉണ്ട് ഉമ്മയുടെ ചക്കടെ കുഞ്ഞേ. എന്താണ് നന്നായിട്ട് പുതപ്പിച്ചു കൊടുക്ക്. പിന്നെ തണുപ്പുണ്ടാകും, പുറത്ത് നല്ല തണുപ്പാ. എന്താണ് കൊതുക് വരുന്നുണ്ട്. എന്താണ് ഉമ്മാനെ നോക്കി ചിരിക്കുക? ചക്കടയാണ്. ഓന്റെ അതേ മൂക്കും കണ്ണും ഒക്കെ അത് അതുപോലെ എന്താണടാ, എന്താണ് നോക്കണേ? എന്താണ്? ഉമ്മ പോയിട്ടേ ഉമ്മാക്കുള്ള കസായം വെക്കട്ടെട്ടോ. അനങ്ങാതെ കിടന്നോട്ടോ. പക്ഷെ നല്ലൊന്നും അങ്ങോട്ട് പുതപ്പിച്ചു കൊടുക്കട്ടോ. കൊതുക് കൊണ്ട് തണുപ്പാണ് കുട്ടിക്ക്. ഇപ്പൊ വരാ. കഷായം വെച്ചില്ലേലേ പിന്നെ നടക്കൂല. അസ്സലാമലൈക്കും. എന്താണ്? നോക്കട്ടെ നോക്കട്ടെ. ഉറങ്ങാലോ. ഓനെ പോലെ തന്നെ കേട്ടോ. അനക്കുണ്ട് കേട്ടോ, കുട്ടിക്കുണ്ട്. നമുക്കുണ്ട്, കുട്ടിക്കുണ്ട്. മാഷാ അല്ലാഹ്, നല്ല കളർ ഉണ്ടല്ലേ. അന്നെ പോലെ അല്ലട്ടാ, നല്ല കളർ ഉണ്ട്. വിളിച്ചില്ലേ പിയാപ്ല? എന്താ പറഞ്ഞി? വീഡിയോ കോൾ ചെയ്തില്ലേ? കുട്ടിനെ കണ്ടില്ലേ? വരുന്നില്ലേ? ഓ എന്റെ റബ്ബേ, ഇതൊന്നും കാണാനും വരുന്നില്ല. എന്റെ ഉപ്പച്ചി വരുന്നില്ലടാ. വരുന്നില്ലേ? എടി ഓനെ പോലെ തന്നെയല്ലേ കണ്ണൊക്കെ? എടി ഞാനൊന്നും എടുക്കട്ടെ. എപ്പോഴാ വന്നേ? ഞാൻ അതെപ്പോഴും വന്നിട്ടുള്ളൂ. അല്ല, എന്നോട് പറഞ്ഞിട്ടില്ലേ കുട്ടികൾ ആരും എടുക്കാൻ കൊടുക്കരുത് എന്നുള്ളത്? കുട്ടി താഴെ വീട്, ഓക്ക് പരിചയമില്ലാത്തല്ലേ. എന്താണ് എന്റെ മോളെ എന്നാല്? ഓക്ക് എടുക്കാനൊന്നും അറിയൂല. ഒന്നും വിചാരിക്കണ്ടട്ടോ. കാരണം എന്താ വെച്ചാലേ, അങ്ങനെ എടുക്കാൻ ചെറിയ കുഞ്ഞല്ലേ, ഇപ്പൊ ഉണ്ടായിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ടാണേ. ഞാൻ തന്നെ വല്ലാതെ പേടിച്ചിട്ടാ എടുക്കല്. രണ്ടും പെറ്റൂന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളൊന്നും എടുക്കാനുള്ളൊക്കെ മറന്നു പോയിക്കുന്നത്. അതുകൊണ്ടാ. എന്തേടാ ഭാവി, എന്താണ്? നല്ല തണുപ്പായോണ്ടേ നല്ല ജലദോഷം വരും എന്നൊക്കെ പേടിയാ. അതുകൊണ്ടൊക്കെ നോക്കാൻ ആളെ വെച്ചിട്ടില്ലേ? ഉണ്ട്. എന്നാലും ഞാൻ തന്നെയാണ് എല്ലാ കാര്യവും, കസായം വെക്കല് ഇങ്ങനെ എല്ലാ കാര്യം തന്നെയാണ്. എന്നാ ഇക്ക അവിടെ ഉണ്ടാവും. ഞാൻ എന്നാ ഫോട്ടോ ഇട്ടാ. അല്ല, ചായ കുടിച്ചിട്ട് പോയേ? ഇല്ല, ഞാന് ഞങ്ങളൊരു സ്ഥലം വരെ പോവാൻ നിക്കായിരുന്നു. ആഹാ. അപ്പൊ എന്നാ ശരി എന്നടി, ഞാൻ വരണ്ട ഇടക്ക്. എന്നാ ശരി. ഇടി പോത്തേ, നിന്നോട് ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ട്, അത് പെറാത്ത പെണ്ണാണ് മച്ചി. അയ്യോ, കുട്ടിയെടുത്ത കുട്ടിക്ക് ദോഷാണ്. ഓളെ കേക്കാണോ ഞാൻ പറഞ്ഞു? ഓളോട് എടുക്കാൻ പരിചയമില്ല എന്നല്ലേ പറഞ്ഞത്? ഷോ, പ്രസവിക്കാത്തവരെടുത്താ കുട്ടിക്ക് കേടാണ്. അതിന്റെ ഒരു നാളം കിട്ടിയാ മതി. പക്ഷെ എവിടെയാണിത്? അതിനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനത്തെ ആൾ തോന്നിയിട്ടുണ്ടാവും. ഓക്കോ എന്തോ തോന്നിയാലും ശരി, എന്റെ കുഞ്ഞ് കുറെ കാലമായിട്ടുണ്ടായ ഒരു കുട്ടിയാണ്. അതിനെ വെച്ചിട്ട് അങ്ങനെ എടുക്കാൻ പറ്റൂല. അങ്ങനെ എടുക്കാൻ പറ്റൂല. പെറാത്തവരെടുക്കാൻ പറ്റൂല കുഞ്ഞിനെ. അതാണ്. എന്റെ പണ്ടത്തെ ആൾക്കാരെ എടി, പണ്ടത്തെ ആൾക്കാരുടെ അല്ല, അങ്ങനെ എത്രയോ അനുഭവം ഉണ്ട്. അതുകൊണ്ടാ പറഞ്ഞേ. അതിന് അനക്ക് ഓളാണോ വലുത്, അന്റെ കുഞ്ഞാണോ വലുത്? എത്രയോ കാലം വൈകിട്ടുണ്ടായ ഒരു കുട്ടിയാണ്. ഇതിനെ നോക്കാനുള്ളതിന് അവളുടെ ഫ്രണ്ടിന്റെ കാര്യമാവും വലിയ വലുത്. മിണ്ടാതെ അടങ്ങി കിടന്നോട്ടെ. അങ്ങനെയുള്ളവർ എടുക്കണ്ട. ഇതൊന്നായത് ഓ ഇങ്ങോട്ട് വരട്ടെ, നേരം വേണം പറയാൻ. ഓൻ വിളിക്കുമ്പോ എനിക്കൊന്നും ഇങ്ങോട്ട് താ. എൻ്റെ ഒരു കഷ്ടം.
എന്തായി കുട്ടീനെ കാണാൻ പോയിട്ട് കണ്ടാ? ആ കുട്ടീനെ കണ്ട്. എന്താ മുഖത്തൊക്കെ ആകെ കൂടിയിട്ടൊരു എന്തോ അത് പോലെ. അവിടെ നിന്ന് വെള്ളം എന്തോ ആയതാ. കുട്ടി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആ നല്ല കുട്ടിയാ. അതെ. ഉം. എന്താ പറഞ്ഞവര്? അവരെന്തോ കുട്ടീനെയൊക്കെ കാണിച്ചു തന്നു. ഇങ്ങനെ നിർത്താനൊക്കെ പറഞ്ഞു. എന്തൊക്കെ അറിയണ്? ഏ എന്താടോ? ഞാനാ എവിടെ? ഈ കരഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം? എന്താ? ഏ ഏ ഏയ് ഒന്നുമില്ല. വഴിയിൽ എന്തേലും ഉണ്ടായാ? കരഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ തന്നെ ആദ്യമായി കാണുമല്ലോ. എന്താ സംഭവം? എന്താ വഴിയിൽ എന്തേലും ഉണ്ടായാ? എന്താ കാര്യം പറയ്. ഏ അത് ഞാനേ ആ ബഷീറിന്റെ കുട്ടീനെ എടുക്കാൻ വേണ്ടി പോയപ്പോഴേ ആ ഓന്റെ അമ്മ വേണ്ട പറഞ്ഞു. അവന്റെ ഉമ്മേ എന്താ? ഞാൻ മച്ചിയല്ലേ. അപ്പൊ അതാണ് കാര്യം. പഠിച്ചോൻ ഇങ്ങനെ കേൾപ്പിക്കല്ലേ എല്ലാരെ കൊണ്ടും. നമുക്കൊരു കുട്ടിനെ തരാതെ ഞാൻ പൂനെ ഉണ്ടാക്കാന്നെടുക്കാൻ പോയത്. സാരില്ല, പോട്ടെ. ഇനി അങ്ങനെ ചെറിയ കുട്ടികളുള്ള സ്ഥലത്തേക്കൊന്നും പോയിട്ട് കുട്ടികളെ എടുക്കുകയൊന്നും ചെയ്യണ്ട. ഞാൻ ആരെ കുട്ടീനെ കാണാൻ പോണേ. എനിക്ക് ഇനി വയ്യ. കുട്ടികളെയൊക്കെ കാണാൻ നമ്മൾ അവരെ എടുക്കാനൊന്നും പോണ്ട. അല്ല എന്താ ചെയ്യാ? ചില ആളുകളുടെ മനസ്സ് വളരെ ഇടുങ്ങിയതായിരിക്കും. അതുകൊണ്ടല്ല അവര് അങ്ങനെ പറഞ്ഞു. നമുക്കൊക്കെ തന്നില്ല പഠിച്ചോന് വലിയ കാറും വീടും ബംഗ്ലാവും ഒക്കെ. പക്ഷെ ഒരു കുട്ടി മാത്രം എന്ന് തരാത്ത. അതെ, എല്ലാരെ കൊണ്ട് മച്ചി മച്ചി നേരെ കേൾപ്പിക്ക. ഈ പടച്ചോൻ എല്ലാവർക്കും എല്ലാതും കൊടുത്തോളന്നില്ലല്ലോ. ചിലതൊക്കെ നഷ്ടം ഉണ്ടാവും. അപ്പൊ നമുക്ക് സൗകര്യങ്ങളൊക്കെ, ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊരു കുട്ടി മാത്രമില്ല, അത് തന്നില്ല. ഇതേപോലെ പലർക്കും പലതരത്തിലും പലതും കൊടുക്കും, പലതും കൊടുക്കില്ല. അപ്പൊ നമ്മളതിന് പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പൊരുത്തപ്പെടാനോ? എല്ലാം ഉണ്ടായാലും കുട്ടിക്ക് കുട്ടി തന്നെ വേണ്ടേ. ഈ കരയണ്ട. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കുട്ടീനെ ദത്തെടുക്കാലോ. പിന്നെന്താ കുഴപ്പം? അപ്പോഴും അത് നമ്മളെ കുട്ടി തന്നെയല്ലേ. മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ നമ്മളൊരു കുട്ടീനെ ദത്തെടുത്തിട്ടും സ്നേഹിക്കാലോ. അതിന് സ്വന്തം കുട്ടിയാവണമെന്നൊന്നുമില്ല, പ്രസവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്നേഹിക്കാൻ ഒരു കുട്ടി, ലാളിക്കാൻ ഒരു കുട്ടി, വളർത്തി വലുതാക്കാൻ, ഇത്രയല്ലേ വേണ്ടുള്ളൂ. അത് മനുഷ്യന്മാർക്ക് സാധിക്കുന്ന കാര്യമാണ്. പ്രസവിക്കുന്നവർക്ക് ചിലപ്പോൾ അത് സാധിക്കില്ല. അന്യന്റെ കുട്ടീനെ സ്നേഹിക്കാൻ കഴിയില്ല. അനക്ക് അന്യന്റെ കുട്ടീനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലേ? അത് മനുഷ്യത്വ ഉള്ളിലുള്ളതുകൊണ്ടാ. ആ സ്ത്രീക്ക് മനുഷ്യത്വ ഉള്ളിൽ തീരെ ഇല്ലാത്തത് കൊണ്ടല്ലേ മച്ചീന്ന് വിളിച്ചതും കുട്ടീനെ എടുക്കണ്ടെന്ന് പറഞ്ഞതൊക്കെ. അത് മനസ്സിലാക്കിയാൽ പോരെ. കുട്ടി എടുത്ത എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കാൻ പോണില്ല. അതാ പറഞ്ഞത്, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും വെളിച്ചം ഉണ്ടാവില്ലല്ലോ. അവർക്ക് അവരുടെ കുട്ടീനെയല്ലേ സ്നേഹിക്കാൻ കഴിയുള്ളൂ. അന്യന്റെ കുട്ടീനെ അതേപോലെ സ്നേഹിക്കാൻ കഴിയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. അതാലോചിച്ചിട്ട് വിഷമിക്കണ്ട കേട്ടാ. ഈ ധൈര്യമായിട്ടിരുന്നോ. നമുക്ക് ഒരു കുട്ടീനെ ദത്തെടുക്കാം, നമുക്ക് ഇഷ്ടാണെങ്കിൽ. ഇങ്ങനെ നാട്ടുകാരെ മച്ചി എന്നുള്ള പേര് കേൾക്കണേക്കാളും നല്ലത്. നാട്ടുകാരുടെ വായ മൂടിക്കെട്ടാൻ ആർക്കെങ്കിലും പറ്റുമോ? അവര് ഇല്ല, പറഞ്ഞോട്ടെ. അതല്ല, നാട്ടുകാർ പറഞ്ഞോട്ടെ. നമ്മൾ അവരുടെ വാക്ക് മൈൻഡ് ചെയ്യാതിരുന്നാ പോരെ. ആൾക്കാർ അങ്ങനെ എന്തൊക്കെ പറയും. നിങ്ങൾ അതിനുള്ള വഴി നോക്കിക്കോളൂ. എനിക്ക് വയ്യ. എനിക്ക് വലിയ പൂതി ഒരു കുട്ടീനെ കളിപ്പിക്കാനും ഒരുക്കാനും സ്കൂളിൽ പറഞ്ഞേക്കാനും അതിന്റെ ഉമ്മ എന്നുള്ള വിളി കേൾക്കാനും ഒക്കെ എന്തോരം പൂതി ഉണ്ടറിയാം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അത് അവനാന്റെ കുട്ടിയാവണമെന്നില്ല. വേറൊരു കുട്ടീനെ എടുത്തിട്ട് അവനാന്റെ കുട്ടീനേക്കാൾ ശക്തമായിട്ട് സ്നേഹിക്കാൻ പറ്റും. അതുപോലെ അപ്പൊ നമ്മൾ കൂടുതൽ മനുഷ്യത്വത്തിലേക്ക് പിന്നെയും നടന്നു കയറും. അതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം, ഏറ്റവും വലിയ മനുഷ്യ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരമൊക്കെ. അല്ലാതെ സ്വന്തമായിട്ടൊരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അതിനെ വളർത്തി വലുതാക്കിയിട്ട്, അതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യണല്ലേ. ആരും ഇല്ലാത്തൊരു കുട്ടീനെ വളർത്തി വലുതാക്കുമ്പോഴല്ലേ അതിലല്ലേ ഏറ്റവും നല്ല സ്നേഹത്തിന്റെ എന്താ പറയാ, അതല്ലേ വെളിച്ചം. അങ്ങനെ ചെയ്താൽ മതി.